യേശുക്രിസ്തു പറഞ്ഞ ഒരു ഉപമയാണ് ഒരു സബ്ജക്റ്റ്, മീൻ വല. നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 13-ാം അധ്യായം 47-ാമത്തെ ഒരു വചനം ആണ് യേശുക്രിസ്തു യഹൂദന്മാരോട് സംസാരിച്ചു വന്ന ഉപമ. 47. പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായൊരു വലയോട് സദൃശ്യം. നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയ്ക്ക് കയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ച് ചീത്ത എറിഞ്ഞു കളഞ്ഞു. ഇത് സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യം. ഇത് യേശുക്രിസ്തു ശിഷ്യന്മാരടുത്തും യഹൂദന്മാരടുത്തും ഉപമകളായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം ശിഷ്യന്മാർ വന്ന് ചോദിക്കുകയാണ്, എല്ലാവർക്കും അറിയാവുന്ന ഭാഷയിൽ പറയാമല്ലോ, ഉപമയിൽ കൂടി എന്താണ് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യം. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം പറയുന്നത്, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ഇല്ല. നിങ്ങളെന്ന് പറയുമ്പോൾ ആ ശിഷ്യന്മാർക്ക് അന്ന് മനസ്സിലാകത്തോണ്ടാണ് യേശുക്രിസ്തുവിനോട് ചോദിക്കുന്നത്, മനസ്സിലാക്കുന്നതെന്ന് പോലെ പറഞ്ഞു തരാമല്ലോ. ഇപ്പോൾ പറയുകയാണ്, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ഇല്ല. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഉപമകളുടെ രഹസ്യങ്ങൾ മനസ്സിലാവുന്നോ ഇല്ലയോ, അതാണ് ചോദ്യം. അപ്പോൾ അന്ന് ശിഷ്യർക്ക് മനസ്സിലായില്ല. എന്നാൽ ഇന്നുള്ള അവർകൾ, ശിഷ്യന്മാരല്ലാത്തവർ എന്താണ്, ഉപമകൾ മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? അതിനൊരു കാരണം ഇരിക്കുന്നു. അത് ഇനിയൊരു സമയം ഞാൻ ആ രഹസ്യം വെളിപ്പെടുത്താം. ഇന്നിത് ഉപമകളിൽ കൂടെ തന്നെ സംസാരിക്കുന്നു എന്നുള്ളൊരു കാര്യം മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 34-35 വചനം വായിക്കുമ്പോൾ അറിയാം. ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു, ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞില്ല. ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായ് തുറക്കും, ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞത് നിവർത്തിയാകാൻ സംഗതി വന്നു. അപ്പോൾ ഏത് പ്രവാചകൻ? ആസാഖ് എന്നൊരു പ്രവാചകൻ യേശുക്രിസ്തുവിൻ്റെ ഉപമയെ പറ്റി പറഞ്ഞിരിക്കുന്നു. ആസാഖ് വന്നിട്ട് ദാവീദ് രാജാവിൻ്റെ രാജ്യഭാരം ഏറ്റെടുക്കുന്ന സമയം സഭ നടത്തിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 300 പേര് ചേർന്ന ഒരു സ്ക്വയർ അംഗത്തിനക്ക് ഒരു ലീഡറായി വഹിച്ചു വന്ന ആളാണ് ആസാഖ് പ്രവാചകൻ.